എന്താ ഇവിടെ നടക്കുന്നത്? പെട്ടെന്ന് ഹോസ്പിറ്റൽ ഡയറക്ടർ ഋഷിയെ നോക്കി ഗൗരവത്തിൽ ചോദിച്ചു. ഓ, ഡയറക്ടർ സർ, താങ്കൾ വന്നോ? ഇപ്പോ ഞങ്ങൾക്കൊരു അല്പം ആശ്വാസമായി. സാർ നേരത്തെ വന്നിരുന്നെങ്കിൽ ഇയാൾ ഇവിടെ കിടന്ന് ഒച്ച വെക്കില്ലായിരുന്നു. ദേ, ഇയാൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുക സർ. ഇയാളുടെ അച്ഛന് മേജറായി ഒരു ഹാർട്ട് സർജറി നടത്തണം സർ. പക്ഷേ അതിനുള്ള പണമൊന്നും ഇയാളുടെ കയ്യിൽ ഇല്ലതാനും. വേറെ വല്ല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും കേൾക്കാതെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ ഇയാൾ പറയുന്ന വനിതാ ജീവനക്കാർ ഡയറക്ടർക്ക് വിശദീകരിച്ചു കൊടുത്തു. അത് കേട്ടതും ഡയറക്ടർ ഋഷിക്ക് നേരെ തിരിഞ്ഞു. ദേ മിസ്റ്റർ, നോക്കൂ, തന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ ഹോസ്പിറ്റലിൽ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് കൃത്യമായി പാലിച്ചേ പറ്റൂ. പണമുണ്ടെങ്കിൽ വാ, അടുത്ത സെക്കൻഡ് തന്നെ തന്റെ അച്ഛന്റെ ഓപ്പറേഷൻ ഞങ്ങൾ തുടങ്ങും. ഡയറക്ടർ വലിയ ഭാവമൊന്നുമില്ലാതെ പറഞ്ഞു. ജീവനും മരണത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന പേഷ്യൻസിനെ ഇവിടെ ഇട്ട് ക്യാഷ് കിട്ടിയാലേ ചികിത്സ തരൂന്ന് പറയാൻ നിങ്ങൾക്കൊന്നും നാണമില്ലേ? ഹും, ഒരു തുള്ളി പോലും മനുഷ്യത്തില്ലേ നിങ്ങളുടെ ഉള്ളിലൊന്നും? ഋഷി അയാളെ നോക്കി വെറുപ്പോടെ ചോദിച്ചു. അതിന്റെ ശരി അതല്ലല്ലോ സർ. മനുഷ്യത്വം ഓർത്താ ഹോസ്പിറ്റൽ റൂൾസ് നോക്കാൻ പറ്റില്ല. പേയ്മെന്റ് കറക്റ്റായി നടന്നാൽ മതി. അല്ലാതെ ഇവിടെ കിടന്ന ശബ്ദമെടുത്താൽ ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ ഇനിയും ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കിയാൽ സെക്യൂരിറ്റിയെ വിളിച്ച് തന്നെ ആട്ടി ഇറക്കേണ്ടി വരും. ഡയറക്ടർ ഋഷിയെ ഭീഷണിപ്പെടുത്തി എന്ന പോലെ പറഞ്ഞു. തനിക്കിപ്പോ 20 ലക്ഷം വേണം, അത്രയല്ലേ ഉള്ളൂ? ഞാൻ തരാം, ഉടനെ തരാം. ഋഷി പേഴ്സിൽ നിന്ന് തന്റെ ബ്ലാക്ക് VIP കാർഡ് എടുത്ത് കൗണ്ടറിലേക്ക് എറിഞ്ഞു. ആ കാർഡ് കണ്ടതും എല്ലാവരും ഞെട്ടി. പക്ഷേ ചിലർക്കത് വിശ്വാസമായിരുന്നില്ല, പ്രത്യേകിച്ച് ഡയറക്ടർക്ക്. സോറി, ഞങ്ങൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് സ്വീകരിക്കില്ല, ഡയറക്ടർ ഋഷിയെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഋഷിന് ദേഷ്യം വന്നു. അച്ഛന്റെ ഈ അവസ്ഥ ഓർത്ത് ആകെ ടെൻഷനിലായിരുന്നു അവൻ ആദ്യമേ. ഇപ്പോ ഈ ആശുപത്രിക്കാരുടെ സ്വഭാവം കൂടി അവനെ വല്ലാതെ തളർത്തി. കാർഡ് സ്വൈപ്പ് ചെയ്ത് നോക്കിയാൽ അറിയാം ഒറിജിനലോ ഡ്യൂപ്ലിക്കേറ്റോ എന്ന്. ഒന്ന് നിശ്വസിച്ച് തന്നെ സ്വയം സമാധാനിപ്പിച്ചുകൊണ്ട് ഋഷി തറപ്പിച്ചു പറഞ്ഞു. ഒരുപക്ഷെ അച്ഛൻ മരണത്തോട് മല്ലിടുന്ന സാഹചര്യം അല്ലായിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റൽ ഡയറക്ടറുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചേനെ. ഋഷിന്റെ മുഖത്തെ ദേഷ്യം കണ്ട് ഹോസ്പിറ്റൽ ഡയറക്ടർ ഒന്ന് ഭയന്നു. അവൻ തിരിഞ്ഞു നിന്ന് അവിടെയുള്ള ആശുപത്രി ജീവനക്കാരോട് കാർഡ് എടുത്ത് സ്വൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരോടായി ഡയറക്ടർ പറഞ്ഞു. പോയി സെക്യൂരിറ്റി വിളിക്ക്. കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇവനെ കൊണ്ടുപോകാൻ പോലീസിനെ വിളിച്ചേക്ക്. അയാൾ ആജ്ഞാപിച്ചു. അയാളുടെ ഈ പ്രഹസനം ഒന്നും കണ്ട് കൃഷ്ണൻ ഒന്നും മിണ്ടാതെ നിന്നു. അവന്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലായിക തോന്നി. കുറച്ചു സമയത്തിന് ശേഷം ഋഷിന്റെ ബ്ലാക്ക് കാർഡുമായി ജീവനക്കാർ തിരിച്ചെത്തി. സർ, ഇതാണ് നിങ്ങളുടെ കാർഡ്. പിന്നെ ഇതാണ് ബിൽ റെസിപ്റ്റ്. കാർഡ് നല്ലപോലെ എടുത്തു വെച്ചോളൂ സർ. ആ സ്റ്റാഫ് ലേഡി ഋഷിനോട് വിനയത്തോടെ പറഞ്ഞു. അത് കേട്ട് ഹോസ്പിറ്റൽ ഡയറക്ടർ ആകെ ആശയക്കുഴപ്പത്തിലായി. അത് ശരിക്കും ഒറിജിനലാണോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ. നീ ശരിക്കും പരിശോധിച്ചോ? അയാൾ സംശയത്തോടെ ചോദിച്ചു. അതെ, ഒറിജിനൽ കാർഡായിരുന്നല്ലോ. നമ്മുടെ ഹോസ്പിറ്റലിലെ ബില്ലടയ്ക്കാനുള്ള പൈസയും അതിലുണ്ടായിരുന്നു. സാറിന് ഡൗട്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട്സിൽ പോയി ലാസ്റ്റ് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. സ്റ്റാഫ് ലേഡി സൗമ്യമായി പറഞ്ഞു. അത് കേട്ട് എന്തോ അത്ഭുതം കണ്ടതുപോലെ ഡയറക്ടർ ഞെട്ടി നിന്നു. എന്താ നിതു, ആരാ ശരിക്കും ഇയാള്? ഇങ്ങനെയുള്ള പ്രീമിയം ബ്ലാക്ക് കാർഡ് എങ്ങനെ ഇവന്റെ കയ്യിൽ? ഇതുപോലെ കൈവശം വെക്കുന്ന ആൾ ഒന്നുകിൽ സെലിബ്രിറ്റീസ് ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഹൈ പൊസിഷനിലുള്ള ആരെങ്കിലും ആയിരിക്കണം. ഇയാളെ മുന്നേ എവിടെയും കണ്ടിട്ടും പറഞ്ഞു കേട്ടിട്ടുമില്ല. ഡയറക്ടർ സംശയത്തോടെ ചോദിച്ചു. ഇതൊന്നും ശ്രദ്ധിക്കാതെ ഋഷി ആകെ തളർന്ന് തന്റെ അമ്മയ്ക്ക് അടുത്തു നിന്നു. രാവിലെ ഉണ്ടായ ഇൻസിഡന്റ് ആലോചിച്ചപ്പോൾ അവന് വല്ലാത്ത വിഷമം വന്നു. അച്ഛന്റെ ഈ അവസ്ഥ കൂടി ഓർത്തപ്പോൾ അവന്റെ മനസ്സ് വല്ലാതെ പിടഞ്ഞു. അച്ഛന് സർജറി നടത്താൻ പറ്റിയ കണ്ടീഷനാണ്. അവൻ പതിഞ്ഞ സ്വരത്തിൽ അവിടെയുള്ളവരെ നോക്കി ചോദിച്ചു. ഓ, അതിന് പ്രശ്നമൊന്നുമില്ല സാർ. ഉടനെ തന്നെ നടത്തും. ഞങ്ങൾ അതിനുള്ള ഏർപ്പാട് പെട്ടെന്ന് തന്നെ നോക്കുന്നുണ്ട്. അതുവരെ മര്യാദ എന്താണെന്ന് പോലും അറിയാതെ പെരുമാറിയിരുന്ന ഹോസ്പിറ്റൽ ഡയറക്ടർ വളരെ സൗമ്യമായി പറഞ്ഞു. അവന്റെ ആ പുതിയ സംസാര രീതി വിനയത്തോടെയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും അപ്പോഴും ഋഷിനെ അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. പണമില്ലാതെ വഴക്കിടുകയാണെന്ന് കരുതിയെങ്കിലും ആ വൻ ബിൽ തന്റെ ബ്ലാക്ക് VIP കാർഡ് വെച്ച് അടച്ചത് കണ്ട് അവരാകെ ഞെട്ടിപ്പോയിരുന്നു. സർജറിക്കുള്ള പെർമിഷൻ കിട്ടിയതോടെ അവരെല്ലാം തങ്ങളുടെ മുന്നൊരുക്കങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാൻ തുടങ്ങി. ആ ഹോസ്പിറ്റലിലെ ഹെഡ് സർജൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. പിന്നാലെ 2 ജൂനിയർ സർജൻസും 4 നഴ്സുമാരും മറ്റ് സ്റ്റാഫ്സും ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ചെന്നു. പ്രതാപിന്റെ ഓപ്പറേഷന് തയ്യാറെടുക്കുമ്പോൾ മറ്റൊരു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഒരു ഡോക്ടർ ഇറങ്ങിയിരുന്നു. ഇടനാഴിയിലൂടെ നടന്നു വന്ന അവർ അവിടെ ഋഷിയെ കണ്ടതും പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ചെന്നു. ഹേയ് ഋഷിൻ, അച്ഛനെ നിനക്ക് ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ?
ആ ലേഡി ഡോക്ടർ ഋഷിക്ക് അടുത്തേക്ക് വന്ന് യാതൊരു മുന്നറിയിപ്പും കൂടാതെ കൗതുകത്തോടെ അവനോട് ചോദിച്ചു. ആ ആ നിങ്ങളാരാ? എന്നെ എങ്ങനെ അറിയുന്നത്? ഋഷിൻ സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അത് കണ്ടതും ആ ലേഡി ഡോക്ടർ ചിരിച്ചു. അവരുടെ മുഖത്ത് മാസ്ക് ഉണ്ടായിരുന്നതിനാൽ അതാരാണെന്ന് ഋഷിക്ക് മനസ്സിലായില്ല. അത് തിരിച്ചറിഞ്ഞതും അവൾ തന്റെ മുഖത്തെ മാസ്ക് അഴിച്ചു മാറ്റി. "ഹും, ഞാൻ ഡോക്ടർ നിയ മോഹൻ. എന്നെ ഓർമ്മയില്ലേ? നമ്മൾ ഒലീവിയുടെ ഷോറൂം ഇനാഗ്രേഷൻ ഫംഗ്ഷനിൽ കണ്ടിരുന്നു." ഡോക്ടർ ചിരിയോടെ പറഞ്ഞു. "ഓ, അത് നിങ്ങളായിരുന്നോ? സോറി, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അതാ ഞാൻ ആരാണെന്നൊക്കെ ചോദിച്ചത്. ഒന്നും വിചാരിക്കരുത് കേട്ടോ, എനിക്ക് പെട്ടെന്ന് മനസ്സിലാവാഞ്ഞിട്ടാ. അല്ല, ഇവിടെ ന്യൂയോർക്കിൽ എങ്ങനെ എത്തി നീ? നാട്ടിലെ ജോലി ഒഴിവാക്കിയോ? അവിടെ എല്ലാവർക്കും സുഖമല്ലേ?" ഋഷിൻ ശാന്തസ്വരത്തിൽ ചോദിച്ചു. അവിടെ ഒരു പരിചയമുള്ള മുഖം കണ്ടപ്പോൾ അവൻ എന്തോ വല്ലാത്ത ആശ്വാസം തോന്നി. "ആഹാ, എനിക്ക് ട്രാൻസ്ഫർ കിട്ടി വന്നതാ ഇങ്ങോട്ട്. കൊച്ചിയിൽ നിന്ന് നേരെ ഇവിടേക്ക്." നീയെ ചുരുക്കി പറഞ്ഞു. "അല്ല, തന്റെ അച്ഛൻ എന്താ പറ്റിയത്? ഹാർട്ട് അറ്റാക്ക് വല്ലതാണോ?" അവൾ സംശയത്തോടെ ചോദിച്ചു. "ആ, എനിക്കറിയില്ല നീയ. എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണം. തനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ?" ഋഷിൻ അവളോട് വിഷമത്തോടെ ചോദിച്ചു. "ആക്ച്വലി ഞാനൊരു ന്യൂറോളജിസ്റ്റാണ് ഋഷി. എന്നാലും എനിക്ക് തിയേറ്ററിൽ കയറാനുള്ള പെർമിഷൻ ഉണ്ട്. നിന്റെ അച്ഛൻ എന്താ പറ്റിയെന്ന് ഞാൻ നോക്കാം. എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാട്ടോ. വിഷമിക്കാതെ. അമ്മയെ ശ്രദ്ധിക്കൂ ഋഷി." കരുതലോടെ അത്രയും പറഞ്ഞ നീയ തന്റെ മാസ്ക് വീണ്ടും ധരിച്ച് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. അവൾ അവിടെ നിന്നും പോയ ശേഷം തന്റെ തോളിൽ ചാഞ്ഞിരുന്ന അമ്മയെ ഋഷി ചേറിലേക്ക് ഇരുത്തി. അവനും അവരുടെ തൊട്ടടുത്തായിരുന്നു. അമ്മയുടെ തല അവന്റെ തോളിലേക്ക് തന്നെ ചായച്ച് കിടത്തിയിരുന്നു അവൻ. "ഋഷി, നിനക്ക് ആ ഡോക്ടറെ എങ്ങനെ അറിയാം?" ഉമാദേവി പതിഞ്ഞ സ്വരത്തിൽ അവനോട് ചോദിച്ചു. "അതൊരു വലിയ പരിചയമൊന്നും അല്ലമ്മേ. നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഷോറൂം ഇനാഗ്രേഷൻ ചടങ്ങിനിടെ കണ്ട ഒരു പരിചയം. നാട്ടിൽ നിന്നും അവർ ന്യൂയോർക്കിലേക്ക് വരുമെന്നും ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല." ഋഷിൻ നിസ്സാരമായി പറഞ്ഞു. "എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഋഷിൻ, തന്റെ അച്ഛന്റെ അവസ്ഥ പ്രശ്നമൊന്നുമില്ല. അച്ഛന്റെ സർജറിക്ക് 3 മണിക്കൂറിലധികം സമയമെടുക്കുമെന്ന് തിയേറ്ററിൽ നിന്ന് പറഞ്ഞു. താൻ വിഷമിക്കേണ്ട. അദ്ദേഹത്തിന് ഇവിടെ ഏറ്റവും മികച്ച ചികിത്സ തന്നെ ലഭിക്കും." ഹോസ്പിറ്റൽ ഡയറക്ടർ ഋഷിക്ക് മുൻപിൽ വന്ന് നിന്ന് വളരെ താഴ്മയോടെ പറഞ്ഞു. അയാളുടെ ആ മാറ്റം ഋഷിയുടെ കൈവശമുണ്ടായിരുന്ന ആ കാർഡ് കണ്ടിട്ടായിരുന്നു. ന്യൂയോർക്ക് സിറ്റിയിൽ തന്നെ അതുപോലെ ബ്ലാക്ക് കാർഡ് ഉള്ളവർ വളരെ ചുരുക്കം മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ. ആ കാര്യം നല്ല വ്യക്തമായി തന്നെ ആ ഹോസ്പിറ്റൽ ഡയറക്ടർക്ക് അറിയാമായിരുന്നു. "സർ, എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കാൻ മടിക്കരുത്. വിളിച്ചാൽ ഒരു വിളിപ്പുറം ഞങ്ങളുണ്ട്. എന്നാ ഞാനിപ്പോ പൊയ്ക്കോട്ടെ?" ഡയറക്ടർ താഴ്മയോടെ ചോദിച്ചു. അത് കണ്ടതും ഋഷി അവരോട് തലയാട്ടി. അവിടെ നിന്നും അയാൾ ഓഫീസ് റൂമിലേക്ക് പോയി. അയാളുടെ ആ മാറ്റം കണ്ടപ്പോഴായിരുന്നു ഉമാദേവിക്ക് ഋഷിയുടെ കയ്യിലെ ബ്ലാക്ക് കാർഡിന്റെ കാര്യം ഓർമ്മ വന്നത്. "ഋഷി, നിനക്ക് എവിടെന്നാ പെട്ടെന്ന് ഇത്രയും പണം? നീ ഇല്ലീഗലായി ഒന്നും ചെയ്യുന്നില്ലല്ലോ അല്ലേ?" ഉമാദേവി നേരിയ ആശയക്കുഴപ്പത്തോടെ ചോദിച്ചു. "ഞാൻ അങ്ങനൊന്നും ചെയ്യില്ലമ്മേ. അമ്മ ഒന്നും ഓർത്ത് വിഷമിക്കാതെ. ഇതൊക്കെ ഞാൻ നേരായ വഴിയിൽ ഉണ്ടാക്കിയതാ." ഋഷി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എന്തൊക്കെയോ ആലോചിച്ച ശേഷം ഋഷി ഉമാദേവിക്ക് നേരെ തിരിഞ്ഞു. "അമ്മേ, ഞാൻ കൊടുത്ത കാശ് തിരികെ വാങ്ങിക്കാൻ നാളെ തന്നെ ഞാൻ ചെറിയച്ഛൻ്റെ അടുക്കൽ പോകും. മാത്രമല്ല, ആ കുടുംബവുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്നത്തോടെ അവസാനിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും കൊച്ചിയിൽ നിൽക്കാന്നേ. തിരികെ കൊച്ചിയിലെത്തിയിട്ട് അമ്മയെയും അച്ഛനെയും നോക്കാൻ ഒരു നേഴ്സിനെ കൂടെ ഞാൻ ഏർപ്പാട് ചെയ്യാം. അമ്മ ഒത്തിരി ബുദ്ധിമുട്ടരുത്." ഋഷി പറഞ്ഞു. "നീ പറഞ്ഞ പോലെ തന്നെ ചെയ്യാൻ മോനെ. പക്ഷേ ഹോം നേഴ്സൊന്നും വേണ്ടടാ. നീ വെറുതെ കയ്യിലെ പണം കളയണ്ട. അച്ഛനെ നോക്കാൻ ഞാനും എന്നെ നോക്കാൻ അച്ഛനും ഉണ്ട്. അല്ല, നിന്നെ ശ്രീലക്ഷ്മി മോൾ വിളിച്ചിരുന്നോ ഋഷി? ഞങ്ങൾ കൊച്ചിക്ക് വരുന്നത് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവളെ നീ ഫോഴ്സ് ചെയ്യിക്കരുത്. ഞാനും അദ്ദേഹവും തിരികെ നാട്ടിലേക്ക് പൊയ്ക്കോളാം." ഉമാദേവി ശാന്തമായി പറഞ്ഞു. "എന്താ അമ്മ ഇത്? അമ്മ വിചാരിക്കും പോലെ ഒരാളല്ല. ശ്രീലക്ഷ്മിക്ക് ഡൗൺ ടു എർത്ത് പേഴ്സണാലിറ്റിയാണ്. അവൾക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാവും." ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞു. സമയം കടന്നു പോകെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിൽ നോക്കിയിരുന്ന ഉമാദേവി ഉറങ്ങിപ്പോയി. ഋഷിയും ചെറുതായി മയങ്ങിപ്പോയിരുന്നു. മയക്കം വിട്ട് ഋഷി കണ്ണു തുറന്നപ്പോൾ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.